നബി തഹജ്ജുദിൽ പ്രാർത്ഥിച്ചിരുന്ന നീണ്ട മറ്റൊരു ദുആയും ബുഖാരിയും മുസ്ലിമും അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, മാലിക് ഈ മുഹദ്ദിസീങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അൻത മാലികുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന ولك الحمد أنت الحق ووعدك الحق ولقاؤك حق وقولك حق والجنة حق والنار حق والنبيون حق ومحمد حق والساعة حق اللهم لك أسلمت وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت وإليك حاكمت فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت أنت المقدم وأنت المؤخر لا إله إلا أنت أو لا إله غيرك ولا حول ولا قوة إلا بالله. ഒരു സുദീർഘമായ പ്രാർത്ഥന. തഹജ്ജുദിൽ കഴിയുമെങ്കിൽ ഈ പ്രാർത്ഥന പഠിച്ച് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ ഫാത്തിഹ ഓതി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ പ്രാരംഭ പ്രാർത്ഥന പറയൽ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫി തഹജ്ജുദി യഖൂലുഹു ബഅദമാ യഖൂലു അല്ലാഹു അക്ബർ. തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കാൻ എന്നാൽ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയതിന്റെ ശേഷം നബി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി അബൂദാവൂദിൽ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രാർത്ഥനയും ഇതേപോലെ തന്നെ വളരെയധികം ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഞാനതിന്റെ ഓരോന്നെടുത്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒരു ചെറിയ നിലക്ക് മാത്രം ഒരു പരിഭാഷ നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം. അല്ലാഹുവേ ലക്കൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും, നീയാണ് ആകാശഭൂമികളുടെ നിയന്താവ്, വമൻ ഫീഹിന്ന, അവയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും, വലക്കൽ ഹംദു, നിനക്കാണ് സ്തുതി, അൻത നൂറുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന, നീയാണ് ആകാശഭൂമികളുടെയും അവയിലുള്ള സകലത്തിന്റെയും പ്രകാശം നീയാണ്, വലക്കൽ ഹംദു, നിനക്കാണ് സ്തുതി, അൻത മാലികുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിന്റെയും ഉടമസ്ഥൻ നീയാണ്, വലക്കൽ ഹംദു, നിനക്കാണ് സ്തുതി, അൻതൽ ഹഖു, നീയാണ് സത്യം, വവഅദുകൽ ഹഖു, നിന്റെ വാഗ്ദത്തവും സത്യമാണ്, വലിഖാഉക ഹഖുൻ, നിന്നെ കണ്ടുമുട്ടുക എന്നുള്ള കാര്യം സത്യമാണ്, വഖൗലുക ഹഖുൻ, നിന്റെ വാക്കുകൾ സത്യമാണ്, വൽ ജന്നത്തു ഹഖുൻ, സ്വർഗം എന്നുള്ളത് സത്യമാണ്, വന്നാറു ഹഖുൻ, നരകവും സത്യമാണ്, വന്നബിയ്യൂന ഹഖുൻ, പ്രവാചകന്മാരെല്ലാം സത്യമാണ്, മുഹമ്മദുൻ ഹഖുൻ, ശിഷ്യ മുഹമ്മദും സത്യമാണ്, വസ്സാഅത്തു ഹഖുൻ, അന്ത്യനാൾ സംഭവിക്കുമെന്നുള്ളത് സത്യമാണ്. അല്ലാഹുവേ ലക അസ്ലംതു, നിനക്കിതാ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു, വബിക ആമൻതു, നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, വഅലൈക തവക്കൽതു, നിന്റെ മേൽ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും തവക്കുലാക്കിയിരിക്കുന്നു, വരമേൽപ്പിച്ചിരിക്കുന്നു, വഇലൈക അനബ്തു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു, വബിക ഖാസംതു വഇലൈക ഹാകംതു ഫഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു, പിന്നെ നമുക്കറിയാവുന്ന വമാ അസ്റർതു വമാ അഅലൻതു അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതായത് പടച്ചോനെ, എന്റെ കഴിഞ്ഞതും വരാനിരിക്കുന്നതും എന്റെ രഹസ്യമായും പരസ്യമായുമുള്ള ജീവിതത്തിലുള്ള എല്ലാ പാപങ്ങളും തമ്പുരാനെ നീ പുറത്തു തരണം, നിന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നബി തഹജ്ജുദിൽ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ വളരെ പ്രബലമായ രൂപത്തിലുള്ള ഒരു 3-4 പ്രാർത്ഥനകൾ ഇങ്ങനെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഫർള് നിസ്കാരങ്ങളിൽ അധികവും നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയോ അല്ലെങ്കിൽ വജ്ഹതു വജ്ഹിയ ലില്ലദീ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയോ രണ്ടും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അവയുടെ എല്ലാം ആശയം നമ്മൾ മനസ്സിൽ കരുതണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.